ലോക ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ദിവസങ്ങളിൽ ഒന്നായാണ് ഓഗസ്റ്റ് 6 ഓർമ്മിക്കപ്പെടുന്നത്. 1945 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം മനുഷ്യരാശിക്ക് യുദ്ധത്തിന്റെയും ആണവായുധങ്ങളുടെയും ഭീകരതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇതിനെക്കുറിച്ച് മറ്റൊരു രീതിയിലുള്ള വിവരണവും കേട്ടിട്ടുണ്ട്. അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനിൽ അമേരിക്കയുടെ അണുബോംബ് വീഴാൻ കാരണം ഒരു വാക്ക് തെറ്റായി തർജ്ജമ ചെയ്യപ്പെട്ടത് കൊണ്ടാണെന്നും പറയുന്നു. ജപ്പാന്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു കാൻഡാരോ സുസുക്കി. സഖ്യശക്തികൾ ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അന്ത്യശാസനം നൽകി. അതിനോടുള്ള ജപ്പാന്റെ പ്രതികരണം അറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയമായിരുന്നു. ജൂലൈ 28 പ്രധാനമന്ത്രി സുസുക്കി ഒരു പത്രസമ്മേളനം നടത്തി. ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന ചോദ്യത്തിന് മൊഗുസാറ്റ്സു എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. അതായത് ഒന്നും പറയുന്നില്ല എന്ന അർത്ഥത്തിലാണ് ജാപ്പനീസ് ഭാഷയിലെ മൊഗുസാറ്റ്സു എന്ന വാക്ക് അദ്ദേഹം പ്രയോഗിച്ചത്. എന്നാൽ ഒരു വാർത്താ ഏജൻസി ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ നോ കമന്റ് എന്ന വാക്കിന് പകരം ഇഗ്നോർ എന്ന വാക്കാണ് കയറി വന്നത്. അമേരിക്കൻ റേഡിയോ ജാപ്പനീസ് ഏജൻസിയുടെ ഈ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി ഉടനെ തന്നെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അവരുടെ റിപ്പോർട്ടിലാകട്ടെ റിജക്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതായത് ജപ്പാൻ ഈ അന്ത്യശാസനം തള്ളിക്കളഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നു. അതിന് അമേരിക്കയുടെ പ്രതികരണം വളരെ ഭീകരമായിരുന്നു. അതിന്റെ തുടർനടപടിയായിട്ടാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും മാരകമായ അണുബോംബ് ആക്രമണം ഉണ്ടായത്. എന്നാൽ അമേരിക്ക ജാപ്പനീസ് ഏജൻസിയുടെ വാർത്തകളെ മനഃപൂർവ്വം വളച്ചൊടിക്കുകയായിരുന്നു എന്നും പറയുന്നു. ജപ്പാനെ ഭീകരമായി തകർക്കാൻ തന്നെ അമേരിക്ക കാത്തിരിക്കുകയായിരുന്നു. പേൾ ഹാർബറിൽ നടത്തിയ ആക്രമണം മാത്രമായിരുന്നില്ല അതിന്റെ പിന്നിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും നീചമായതും അതിക്രൂരമായ രീതിയിലും ആക്രമണം അഴിച്ചുവിട്ട ഒരു രാജ്യമായിരുന്നു ജപ്പാൻ. 80,000-ൽ കൂടുതൽ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. ഫിലിപ്പീൻസിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ വീടുകളിൽ നിന്നും തട്ടിക്കൊണ്ടുപോവുകയും ജാപ്പാനീസ് പട്ടാളക്കാരുടെ വിശ്രമ വേളകളിൽ അവരെ ബലാത്സംഗം ചെയ്ത് രസിക്കുകയും ആയിരുന്നു ഇവരുടെ ഹോബി. ചൈന, കൊറിയൻ ഉപദ്വീപ്, തെക്ക് കിഴക്കൻ ഏഷ്യ അടക്കം ഇവർ ആധിപത്യം സ്ഥാപിച്ച സ്ഥലങ്ങളിലെല്ലാം സ്ഥിതി ഇതുതന്നെയായിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം ഇങ്ങനെയാണെങ്കിൽ യുദ്ധ തടവുകാരുടെ അവസ്ഥ അതിലും ദയനീയമായിരുന്നു. അവരുടെ ശരീരത്തിൽ ജൈവരാസ പരീക്ഷണങ്ങൾ നടത്തി. ഇത് കാരണം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 5 ലക്ഷത്തിന് മുകളിലാണ്. എന്നാൽ അമേരിക്ക ജപ്പാനിൽ അണുബോംബിട്ടതോടെ 10,000 കൊല്ലപ്പെട്ടപ്പോൾ ജപ്പാൻ നടത്തിയ ക്രൂരത ലോകം മറന്നുപോയി. ജപ്പാന്റെ ഭീകരമായ യുദ്ധമുറകളും ബലാത്സംഗങ്ങളും വിസ്മരിക്കപ്പെട്ടു. ചരിത്രത്തിൽ ഹിറ്റ്ലറുടെ ജൂത കൂട്ടക്കൊല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ അതിക്രൂരമായ അണുബോംബ് പരീക്ഷണവും പഠിച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്തിൽ ഏറ്റവും ക്രൂരമായ ചെയ്തികൾ നടത്തിയ ജപ്പാൻകാർ നല്ലവരായി തന്നെ നിലനിന്നു. പക്ഷേ ഇപ്പോഴും ജപ്പാന്റെ പഴയ കൊടും ക്രൂരതകളും പീഡനങ്ങളും മറക്കാത്ത ഒരു ലോകശക്തിയുണ്ട്. ചൈന ഇന്നും ആ പക മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരവസരത്തിൽ ജപ്പാനുമായി ഒരു സംഘർഷം ഉണ്ടായാൽ തങ്ങളുടെ പൂർവികരായ സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിച്ച നരകയാതനക്ക് അവർ പകരം ചോദിക്കുക തന്നെ ചെയ്യും.